ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂരിലെ ജുറം ബേർഡ് പാർക്കാണ്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ബേർഡ് പാർക്കാണ് ഇത് തന്നെ. ഈ ബേർഡ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഷോ ആണിത്. കിങ്സ് ഓഫ് ദ സ്കൈസ് എന്നാണ് ഈ ഷോയുടെ പേര് തന്നെ. ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 10:30-ക്കാണ്. അപ്പോൾ 10:30 എന്നുള്ള ടൈം നോക്കിയിട്ട് എല്ലാവരും ഈ കറക്റ്റ് പ്ലേസിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വേറെ ഒന്നല്ല, ഫസ്റ്റ് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. ആ ഫ്രണ്ടിൽ എല്ലാവരും ഇരിക്കുന്ന സീറ്റ് കണ്ടില്ലേ, അവിടെ എല്ലാം കയറിയിരിക്കുക. അവിടെ കയറുന്നുള്ള ഗുണം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രോഗ്രാമൊക്കെ കറക്റ്റ് ഒന്നുകൂടിയും അടുത്ത് കാണാൻ പറ്റും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഫാൽക്കൺ, ഈഗിൾസ് അവരെയൊക്കെയാണ്. ഇപ്പോൾ ഈ ഇറങ്ങി വരുന്ന ഐറ്റത്തിനെ ഞാനൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതന്നെ. നമ്മളെല്ലാവരും സിനിമകളിലൊക്കെ ആയിരുന്നു കണ്ടേക്കുന്ന ഈ കഴുകനെ തന്നെ. ഈ കഴുകനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന തന്നെ ഒരു നല്ല ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാൻ കൊണ്ടുവരുന്നത്. ഇവനിവിടുത്തെ ശരിക്കും VIP തന്നെ കേട്ടോ. ഇവിടുത്തെ ഷോന് മറ്റൊരു പ്രത്യേകതയാണ്, ഓഡിയൻസിൽ നിന്ന് ഒരാൾക്ക് ചാൻസ് ഉണ്ട്. Over there, right? Yeah, hello. All right, good photos up. All right, you are very good at handling Hazel right here. So how heavy do you think Hazel is? How many kilograms? 6. 7. She's only 2 kilograms, man. All right, but not to worry. I thought she was much heavier too when I first handled her. Right? Let's send Hazel all the way home, shall we? Hazel, can we do it? Looks like she just preemptively did it. All right, let's go. ഇവിടുത്തെ ഷോ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഷോയിലേക്കാണ് നമ്മൾ പോകേണ്ടത് തന്നെ. അടുത്ത ഷോയ്ക്കുള്ള ടൈം നോക്കിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ കാഴ്ചകളുണ്ടാവും. ഈ പാർക്കിലൊരു ചെറിയ ട്രെയിനാണത്. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങും. ഈ പെൻഗ്വിൻസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ നാട്ടിലൊക്കെ ഈ പാടത്ത് താറാകുഞ്ഞുങ്ങൾ ഓടിയെടുക്കുന്നത്, അതുപോലെ ഇവിടെ പെൻഗ്വിൻസൊക്കെ ഓടിയെടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കിളികളൊക്കെ ഇടന്ന് ഫോട്ടോ എടുക്കാം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അടുത്തൊരു കാണേണ്ട കാഴ്ചയാണ് ഈ ഫ്ലെമിംഗോസിൻ്റെ ഒരു കൂട്ടം തന്നെ. അത് 1-2 അല്ല, ഒരുപാടുണ്ട്. അത് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ചിലപ്പോൾ ലൈൻ സെറ്റായാൽ നടക്കുന്ന ടീമുകളായിരിക്കും. അവർ രണ്ടുപേരും മാത്രം അവിടേക്ക് മാറി കിടക്കണ്ടേ. നല്ല കാഴ്ച, ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലം അത്. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ബേർഡ് ഷോ കാണാൻ വേണ്ടിയാണ്. ഇതെല്ലാവർക്കും കുറച്ചുകൂടി ഇഷ്ടമാവും. മറ്റേതുപോലെ അല്ല, പീഡിപ്പിക്കുന്ന ഐറ്റംസ് ഒന്നുമില്ല ഇതിൽ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുന്ന രീതിയിലാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ബാക്കിലായി പോയി, അതുകൊണ്ട് ഫ്രണ്ടിൽ പോയിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അത് ഏറ്റവും മൂലയ്ക്കാണ് എനിക്ക് സീറ്റ് കിട്ടുകയും ചെയ്തത്. കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഇവിടുന്ന് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി. എല്ലാം സൂം ചെയ്തിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞതായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു. ഇനി കുറച്ച് നേരത്തേക്ക് സംസാരമില്ല, വീഡിയോ ഒന്ന് കണ്ടു എങ്ങനെയുണ്ടെന്നറിയാം. Let's just give you some time. There you go. Now once it starts beating, it will settle itself down. Look at that. We can to the side. There she is. Now everyone keep your arms back there. Let's welcome Sunny. Another great black hornbill, Juro Bulldogs, and your white hawk. Now this is what happens in the wild where we'll be. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസിന് കുറച്ച് ചാൻസ് കിട്ടും. ഒരു റൗണ്ടും പിടിച്ച് അവിടെ നിൽക്കുക, അവിടെയുള്ള പക്ഷികൾ നേരെ പറന്ന് വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ആ ഗൈഡിൻ്റെ അടുത്ത് തിരിച്ച് ചെല്ലുന്ന രീതിയാണ്. അത് തന്നെ കുറച്ച് പേർക്കൊക്കെ നല്ല ചാൻസ് കിട്ടിയാണ്.
ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആരും വെറുതെ ഇരിക്കില്ല, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഒന്നും കൈയടിക്കുക അല്ലെങ്കിൽ ചിരിക്കുക. കാരണം അവിടെ ഉള്ളൊരു ആ മാതിരി രീതിയിലാണ് എല്ലാവരെയും കയ്യിലെടുക്കുന്നത്. അതെന്നത് വലിയൊരു കാഴ്ചയായിരുന്നു. ബേർഡ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷോ ആരും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നല്ല കാഴ്ചകളുണ്ടാവും ഇവിടെ വന്ന് കാണാൻ വേണ്ടി. ഇനി ഞാൻ എടുത്ത് പോകുന്നത് ഈ പാർക്കിലെ ഒരു ട്രാം റൈഡിലേക്കാണ്. ഈ ട്രാമിൽ കയറി കഴിഞ്ഞാൽ പാർക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുള്ളൊരു യാത്രയാണ്. ചെറിയൊരു യാത്ര. അതിൻ്റെ പാർക്കിൻ്റെ അകത്തേക്കൂടെയൊക്കെ പോയിട്ടുള്ളൊരു കാഴ്ചയാണത്. ഇവരെല്ലാവരാണ് എൻ്റെ കൂടെ വന്നത്. അതൊരു സസ്പെൻസാണ്, അത് എനിക്ക് പിന്നെ പറയാം. ആ കണ്ണാടിയിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാമറയും പിടിച്ച് ഫ്രണ്ടിലിരിക്കുന്നത്. ഹാഫ് ഡേ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ട്രാം റൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോയി കാണാം. അല്ല, ഫുൾ ഡേ ആണ് വരുന്നവർക്ക് പാർക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങി സമയം എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ട്രാം റൈഡ് കയറി എല്ലാം പെട്ടെന്ന് തന്നെ കണ്ടത് തന്നെ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട, ഒരു പ്രശ്നമില്ല. അടുത്ത വീഡിയോയിൽ കാണാം.